ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ അങ്ങനെയില്ല. നമുക്ക് ഒരു പബ്ലിക്കിനെ സെർവ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉറച്ച രാഷ്ട്രീയ ബോധ്യമുണ്ട് എന്ന് തോന്നിയാൽ ഓരോ മനുഷ്യനും സ്റ്റേറ്റിൽ ചെയ്യാൻ ഇടപെടാൻ കഴിയുന്ന തലങ്ങളുണ്ട്. പക്ഷെ തമിഴക രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിപ്പോയി. അണ്ണാ ഡി എം കെ മറ്റു പലതായി തന്നെ രൂപപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്രതിപക്ഷമില്ല. ഡി എം കെ തുടർഭരണം ലക്ഷ്യമിടുകയാണ്. അപ്പോൾ ഏകപക്ഷീയമായ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ അത്രമേൽ വോട്ട് സമാഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ ദ്രാവിഡ കീഴാള രാഷ്ട്രീയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി പൊരുതാൻ, ഫാസിസത്തിനെതിരെ പൊരുതാൻ കഴിയുന്നൊരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പി വിജയ് വില്ലുപുരം മുതൽ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ താനൊരു നായകനാണ് എന്ന ബോധ്യത്തിൽ ഊന്നിക്കൊണ്ടാണ്. സാധാരണ തമിഴിന്റെ ഭാഷയോ എന്നുള്ളതല്ല, ഒരു സിനിമാറ്റിക് ഡയലോഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലെ ഒരൊറ്റ ദിവസം കൺമുന്നിൽ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ വിജയ് സിനിമയിലാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു തോന്നൽ സാധാരണ ഈ അണികളാണല്ലോ കാണാൻ വരുന്നത്, ആരാധകരാണല്ലോ. അതിന് ഘടകവിരുദ്ധമാണ്. അദ്ദേഹം അവിടുന്ന് സത്യം പറഞ്ഞാൽ ഒളിച്ചോടി രക്ഷപ്പെടുകയാണ്, ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തെ മനുഷ്യനെ അറിയാവുന്ന ആളുകൾ മുഴുവനും അവിടെ ഓടി വരികയാണ്. ഈ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ചിലർ കരയുകയാണ്. അവിടുത്തെ നേതാക്കളൊക്കെ വന്നു നിന്ന് എന്തു ചെയ്യും എന്നറിയാതെ കരയുകയാണ്. കാരണം കരയാതിരിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ നിലയ്ക്ക് ഒരാൾക്ക് സ്വയം നായകൻ എന്നിനി അവകാശപ്പെടാൻ കഴിയുമോ? രണ്ട് കാര്യമാണ്. ഒന്നാമത്, വിജയുടെ രാഷ്ട്രീയ പ്രവേശം അനവസരത്തിലാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് നിങ്ങളുടെ സ്റ്റാഫ് പ്രതീക്ഷനോട് ചോദിച്ചാൽ പണ്ട് കൈരളി പ്രതീക്ഷ ഉണ്ടായിരുന്ന സമയത്ത് ജയലളിത മരിച്ച സമയം അന്ന് ഞാനാണ് ഒരു കേരളത്തിൽ ആദ്യം പറഞ്ഞത് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം വരും. കാരണം എനിക്ക് എൻ്റെ കൂടെ ഡൽഹി പഠിച്ചിരുന്ന പല തമിഴ് യുവാക്കളെ അറിയാം. ഇവർ ഈ ഡി എം കെ എ ഡി എം കെ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്നത്. അവർ അസംതൃപ്തരെ. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എ ഡി എം കെ ബോത്ത് കറപ്റ്റ്. ഡി എം കെയിൽ അവർക്ക് പ്രതീക്ഷയാണ്. അപ്പോൾ കനിമൊഴി വരെ, അത് കവിയത്തായ കനിമൊഴി വരെ അലിഗേഷൻ ചാർജസ് വന്നു. അത് ഭീകരമായ അലിഗേഷൻ ചാർജസ് വന്നു. അപ്പം ഇങ്ങനെ പോയാൽ പോരാ, ഒരു നിയോ ദ്രവീഡിനിസം വരണം. ഇപ്പം നിലവിലുള്ള കുടുംബാധിപത്യത്തെ മാറിയിട്ട് ഇവർ പറഞ്ഞു, എനിക്ക് ഈ ബിഹാറിനോടൊക്കെ പല കാര്യം വിയോജിപ്പുള്ള ഒരാളാണ്. എങ്കിൽ പോലും ആ ഒരു അണ്ണാദുരയുടെയൊക്കെ ആ ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആദർശാത്മകമായിട്ടുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സ് വരണം ന്യൂ ജനറേഷൻ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. രണ്ട് വേറെ ട്രെൻഡ് ഞാൻ കണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെയുള്ള കുട്ടികളുടെ ഇടയിൽ ഈ ഒരു തരത്തിലുള്ള ഇന്ത്യ വിരോധമോ ഹിന്ദി വിരോധം എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ. അത് മാറിയിട്ട് കുറച്ചും കൂടി ദേശീയമാകണം. കാരണം ഇവരെല്ലാം പറയുന്നത്, ഇവരെല്ലാം തന്നെ അങ്ങേയറ്റം ദേശീയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ അതിലും വലിയ തീവ്ര വലതുപക്ഷം എന്ന് ഇപ്പോൾ അവർ പറയുന്നത് ബി ജെ പി ഒക്കെ തരാതരം പോലെ സഖ്യം കൂടിയവരാണ്. എന്നിട്ട് അഴിമതി നടത്തിയിട്ടുണ്ട്, പല ഗവൺമെൻറ് മാറുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കൂടുതൽ ദേശീയവും അതേസമയം തന്നെ കൂടുതൽ ദ്രവീഡിയവുമായിട്ടുള്ള ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു യുവതലമുറ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ റെപ്രസെൻറ്റ് ചെയ്ത് ആര് വരുമെന്നുള്ള കൺഫ്യൂഷനാണ്. അന്ന് ഞാൻ പറഞ്ഞ പേരുകൾ ഒന്നാണ് ഈ വിജയ്. പക്ഷേ വിജയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വിജയ് പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു വിജയുടെ അച്ഛൻ കൃത്യമായി പൊളിറ്റിക്സ് ഉള്ള വളരെ പ്രോഗ്രസീവ് സിനിമകൾ എടുത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും വിജയുടെ അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വിജയുടെ പിന്നിൽ അച്ഛൻ്റെ സ്വപ്നങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. വിജയിനെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ വളരെ ഈ പറഞ്ഞ പോലെ ഇൻട്രാവേർട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ വന്ന സമയത്ത് വളരെ ഇങ്ങനെ മൗനിയായി നിന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു വിജയുടെ സിനിമയിൽ നമ്മളെടുത്ത് സിനിമയ്ക്ക് അദ്ദേഹം ഫുൾ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷേ സിനിമയുടെ പുറത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിജയ് പലപ്പോഴും എടുത്തിട്ടുള്ള ഇത്തരം സമീപനങ്ങൾ, അപ്പം ഉദാഹരണം വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ, അവിടെ പണ്ട് വിജയ് കൊണ്ടു കൊടുക്കുന്ന അരിയോ സാരിയോ ഒക്കെ കൊണ്ടു കൊടുത്തത്, 2 വീട് വെച്ച് കൊടുത്തുകൂടായിരുന്നു. ജീനതിന് പൈസ ലേറ്റ് അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ആ ഒരു ഇമ്മെച്യൂരിറ്റി വിജയ്ക്കുണ്ട്. പിന്നെ വിജയുടെ ഒരു പ്രശ്നം നെഗറ്റീവായിട്ട് പറയുന്നത് വെച്ചാൽ ഈ ഒളിച്ചോട്ടം. ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ വിജയ്ക്ക് ഇത്തരം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്ത് പരിചയമില്ല. ഇവിടെയാണ് നമ്മൾ സ്റ്റാലിനെയും പിണറായി വിജയനെയൊക്കെ നമിച്ചു പോകുന്നത്. കാരണം ഇങ്ങനെ വിഷയം വരുമ്പോൾ പിണറായി ആ ഫീൽഡിലുണ്ടാവും, അല്ല കൺട്രോൾ റൂമിലുണ്ടാവും. അപ്പം ഇദ്ദേഹം അധികാര സ്ഥാനത്ത് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം കൺട്രോൾ റൂമിൽ ഇരിക്കാൻ പറ്റും. പക്ഷേ ഫീൽഡിൽ ഉണ്ടാകാമല്ലോ. മാധു പറഞ്ഞ പോലെ ജില്ലയിൽ ഉണ്ടാകാമായിരുന്നല്ലോ. അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതികർത്തവ്യത മൂടനായി നിൽക്കുന്ന വിജയാണ് നമ്മൾ കണ്ടത്. 2, വിജയ് ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള പുതിയ പൊളിറ്റീഷ്യൻസ് പലരും ഒരു സൈബോഗാന്ന് വിശ്വസിക്കുന്ന ആളാണ്. മാധു ഇപ്പം ഇരിക്കുന്ന പോലെ ഒരു കൺട്രോൾ ഇല്ലേ പിന്നിൽ, കൺട്രോൾ റൂമെന്ന്. അതേപോലെ ഇവിടെയൊക്കെ നല്ലൊരു ഉപദേശക ബന്ധമുണ്ട്. ഇവർക്ക് പോലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ്. വിജയ്ക്ക് പരാജയം ഉണ്ടാകും, അത് വിജയുടെ പരാജയമാണ്. അപ്പോൾ മാത്രമല്ല, ഇങ്ങനെ ഒരു റാലി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തകർക്കാൻ ശ്രമിക്കും. വിജയുടെ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ആദ്യത്തെ റാലി നടന്ന സ്ഥലത്ത് സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദുരന്തത്തിന് മുമ്പേ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായത്. ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ എന്തും ചെയ്യാം. മാത്രമല്ല
വിജയ് 6 മണിക്കൂർ വൈകി എത്തിയെന്നാണ് ഞാൻ കേട്ടത്. കിട്ടിയ റിപ്പോർട്ട് രാവിലെ അനുസരിച്ച് 8:45 നടക്കേണ്ടത് വൈകുന്നേരം 7:30-ക്കാണ്. അപ്പൊ അത്രയും വൈകി ജനങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. പണ്ട് എനിക്ക് വേണ്ടി രാജീവ് ഗാന്ധിനെ കാണാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബാപ്പാൻ്റെ കൂടെ പോയത്. നമ്മൾ രാവിലെ തന്നെ പോയി നിൽക്കുകയാണ്. രാജീവ് ഗാന്ധി പക്ഷേ 10-11 മണിയാകുമ്പോൾ വന്നു കേട്ടോ. 10 മണി 11 മണിക്ക് വന്നു. അവിടുത്തെ ആ ചൂടിൽ ജനങ്ങൾ വന്നു നിൽക്കുക. വിജയ്ക്ക് ഈ പറയുന്ന എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എത്തി ഈ ചൂടത്ത് നിൽക്കുന്ന ജനങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനല്ലേ വിജയ് നോക്കേണ്ടത്. അവിടെയാണ് മാധു പറഞ്ഞ പോലെ അവസാനം ഗോട്ട് സിനിമയിൽ അദ്ദേഹം ഒരു ഗാലറിയിൽ നിന്ന് വേറൊരു ഗാലറിയിലേക്ക് ബൈക്ക് ചാടിക്കുന്നുണ്ട്. ഈ ബൈക്ക് ചാടിക്കുന്നതിന് പകരം എന്തെങ്കിലും അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെയ്യാൻ പറ്റുമോ? അവിടെ വിജയുടെ ബേസിക് സംഭവം എന്താ? വിജയുടെ ഈ സ്ക്രീൻ ഇമേജ് ആണ്. ഇന്നലെ നമ്മൾ കാണുന്നത് ആ സ്ക്രീൻ ഇമേജ് പൊളിയുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡിസ്കണ്ടന്റ് ആയിട്ടുള്ള ഒരു യൂത്ത് മിഡിൽ ക്ലാസ് സ്ത്രീകൾ തമിഴ്നാട്ടിലുണ്ട്. അവിടെ എസ്പെഷ്യലി ജയലളിത മരണത്തോടു കൂടി വലിയൊരു വാക്കുവം വന്നിട്ടുണ്ട്. ഇതിനെ ആര് അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്.